മീനില്ല, എന്നാൽ മീൻ കറിയുടെ അതേ ടേസ്റ്റും വേണം. അപ്പോൾ എന്താ ചെയ്യുക? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. എല്ലാവർക്കും രുചികരമായ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്നത്തേത്. ഇപ്പോൾ നോമ്പുകാലമൊക്കെ അല്ലേ? നോമ്പുകാലത്ത് നോൺ വെജ് നമുക്ക് ഒഴിവാക്കുമ്പോഴും നോൺ വെജ് പോലെ തന്നെ രുചിയിൽ അതേ രുചി നൽകുന്ന ഒരു പച്ചക്കായ മുളകിട്ട കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഐ എം സീന. വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഒന്ന് കൂട്ടുകൂടണേ. ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 പച്ചക്കായ തോൽ നീക്കി റൗണ്ടായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ടായി മുറിക്കുമ്പോൾ കറി തയ്യാറായി വരുമ്പോഴേക്കും അത് കണ്ടാൽ ശരിക്കും ഒരു മീൻ കഷ്ണങ്ങൾ പോലെ തന്നെ തോന്നും. മുറിച്ച കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ മുക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പച്ചക്കായയുടെ കറ പോക്കാൻ ഇത് സഹായിക്കും. ഇല്ലെങ്കിൽ കറി നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു കറയുടെ ഒരു ടേസ്റ്റ് അതിനകത്ത് വരും. കായ അരിയുമ്പോൾ തീരെ കനം കുറച്ചും കനം കൂട്ടിയും അരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 8 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം അരിഞ്ഞത്, പച്ചമുളക് 1. പച്ചമുളക് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. നമ്മൾ കാരണം എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അപ്പോൾ എല്ലാം കൂടെ കൂടിപ്പോവും. വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1 സ്പൂൺ, ചൂടുവെള്ളം ആവശ്യത്തിന്. ആദ്യം ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഒരു ചെറിയ ബൗളിലെടുത്ത് അല്പം വെള്ളം ചേർത്ത് നനച്ച് വെക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 നുള്ളു ഉലുവാപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം എടുത്ത് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് എൻ്റെ മമ്മിയൊക്കെ ആണെങ്കിൽ ഇത് ഇതിനകത്ത് വെളിച്ചെണ്ണ ചേർത്തും, ഒരുപാടില്ല, വെളിച്ചെണ്ണ ചേർത്തും ഇത് മിക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ചായിരിക്കും ചേർക്കുന്നത്. അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നു, ഇപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ. എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ സൈഡിലിരുന്നു. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പലർക്കും ഇതറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഇതൊരു സഹായമാകും എന്ന് കരുതുന്നു. ഇപ്പോൾ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാകാൻ അനുവദിക്കാം. ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇഷ്ടമുള്ളവർക്ക് ഉലുവ ചേർക്കാം കേട്ടോ. ഇപ്പോൾ കടുകിൻ്റെ കൂടെ ഇപ്പോൾ എനിക്ക് ഉലുവ അങ്ങനെ കറിയിൽ കടിക്കുന്ന ഇഷ്ടമല്ലാത്തത് കാരണം ഞാൻ ഉലുവ പൊടിയാണ് വെള്ളം ചേർത്തെല്ലാം മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തത്. പിന്നീട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് വഴറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതൊരുവിധം നല്ലതുപോലെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതൊന്നിച്ച് ഒന്ന് മൂത്ത് വരണം, ഗോൾഡൻ കളറാകുന്നത് വരെ. അത്രയും വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ അത്രയും ആക്കിയിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, പക്ഷേ സവാളയേക്കാളും എപ്പോഴും ടേസ്റ്റ് കിട്ടുന്നത് ഈ ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ്. അരിഞ്ഞെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും അതിന് ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി ഗോൾഡൻ കളറാകുന്നവരെ വഴറ്റിയാൽ അതിൻ്റെ കൂടെ അത്രയും ടേസ്റ്റാണ്. ഏത്തയ്ക്ക കൂടാതെ നിങ്ങൾക്ക് കോവയ്ക്കോ അതുപോലെ വഴുതനങ്ങയോ ഒക്കെ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ തന്നെ കറി ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഇതേ മസാലയൊക്കെ വെച്ച് ഉള്ളി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നനച്ച് വെച്ച മസാല ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്ത് വീണ്ടും ഇളക്കാവുന്നതാണ്. ഞാൻ ഈ കറി ഉണ്ടാക്കിയപ്പോൾ മീൻ കറി ഉണ്ടാക്കുമ്പോഴും എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥയുണ്ട്. കഥയല്ല, എൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 8th ഗ്രേഡിലെങ്ങാണ്ട് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ കല്യാണം, ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് പഠിച്ചു വളർന്നതൊക്കെ. അപ്പോൾ എൻ്റെ മമ്മിയുടെ സിസ്റ്റർ അവർ കായംകുളത്താണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ കായംകുളത്ത് നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോയി അവിടെ പണ്ടത്തെ പോലെ ഹോളിലൊന്നുമല്ല സദ്യ നടക്കുന്നത്. കല്യാണത്തിൻ്റെ ആവശ്യമായ എല്ലാ വിഭവങ്ങളും അവർ വീടിൻ്റെ പുറകിൽ വലിയൊരു ടെൻറ്റൊക്കെ കെട്ടി ഒരുപാട് ജോലിക്കാരും വലിയ ഉരുളി, ചെമ്പിൻ്റെ ഉരുളിയും അലൂമിനിയത്തിൻ്റെ വലിയ ചെരുവങ്ങളിലൊക്കെ പലതരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നൊരു ബഹളമാണ് അവിടെ. അത് നല്ല രസമാണ് അതൊക്കെ ഓർക്കുമ്പോൾ. അപ്പോൾ ഞാനും അതിലെല്ലാം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ കേട്ടത് ഒരു ജോലിക്കാരൻ
എൻ്റെ മമ്മിയുടെ അമ്മച്ചിയോട് പറയുന്നു, ഇവിടെ പിന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്മച്ചി. അപ്പോൾ അമ്മച്ചി ചെന്ന് നോക്കുക. അമ്മച്ചി ചെന്നപ്പോഴത്തേന് ഞാനും കൂടെ ചെന്നു. ഞാൻ കൂടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് മീൻകറി അവിടെ റെഡി ആയിരിക്കുന്നു. ആ ചേട്ടനാണെങ്കിൽ അത് എൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചു നോക്കിയപ്പം ഭയങ്കര റെഡിഷ് കളർ. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇതെങ്ങനെ ഇത്രയും റെഡിഷ് കളറായിട്ടുള്ള, ഇത് ഭയങ്കര സ്പൈസി ആയിരിക്കില്ലേ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോളെ അങ്ങനെയല്ല, നമ്മളിത് നേരത്തെ ഉണ്ടാക്കും, ഒന്നീ തലേയിൽ നിന്ന് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ 2 ദിവസം മുമ്പേ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. എന്നാലും ഇതിനകത്ത് സമയമാകുമ്പോഴത്തേക്കിന് ഈ കഷ്ണങ്ങളിലൊക്കെ ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്നിച്ച് ഒരുപോലെ നല്ലപോലെ ചേർത്ത് നല്ല പരുവായിരിക്കും കല്യാണം ആകുമ്പോഴത്തേക്കിന്. അന്നേരമാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു കഥ ഞാൻ എപ്പം മീൻ കറി ഉണ്ടാക്കിയാലും ഇത് ഓർക്കാറുണ്ട്, അമ്മച്ചിയും ഓർക്കാറുണ്ട്. അമ്മച്ചി ഇപ്പം ഇല്ല. മസാല നല്ലതുപോലെ ഡ്രൈ പാകത്തിൽ എത്തുന്നത് വരെ നമുക്കിത് വഴറ്റണം. ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ചേർത്ത് ഇത് പിടിക്കും. പക്ഷേ എന്നാലും നമ്മൾ വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്കൊരു ശകലം വെളിച്ചെണ്ണ ഈ സമയത്ത് കുറച്ചും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. മസാല ഡ്രൈ പാകത്തിൽ എത്തിയാൽ കുടംപുളിയും വെള്ളവും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. കുടംപുളി ഇവിടെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. കാരണം അപ്പം പുളി കൂടുതൽ പെട്ടെന്ന് ആ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ എളുപ്പമായിരിക്കും. പുളിവെള്ളം ആവശ്യത്തിന് ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ കായ കഷ്ണങ്ങൾ ഇടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ആ പുളിവെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റണം. ഇതിന് ശേഷം ചൂടുവെള്ളം ഞാൻ വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു തിളയ്ക്കാനായിട്ട്. ആ ചൂടുവെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കാം. ഞാൻ ഒരു കപ്പോളം ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് കായ കഷ്ണങ്ങൾ ചേർക്കേണ്ട ആവശ്യമുണ്ട്. കായ കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വേണം അരിഞ്ഞെടുക്കേണ്ടതും വൃത്തിയാക്കി എടുക്കേണ്ടതും കഴുകേണ്ടതുമൊക്കെ. ഇതിനകത്ത് കായ കഷ്ണങ്ങൾ ചേർത്ത് അതുകൂടി നല്ലതുപോലെ ഒന്ന് വേവിക്കാൻ വെക്കണം. ചെറിയ തീയിൽ വേണം ഇത് വെക്കേണ്ടത്. ഒരു 6-7 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉപ്പും കൂടി ഒന്ന് നോക്കിക്കോളൂ, ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളിങ്ങനത്തെ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലെന്ന് പറയണേ. നിങ്ങളിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന്. ഇതൊരുവിധം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കായ കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് കറി എണ്ണ തെളിഞ്ഞ് വരും. ആ എണ്ണ തെളിഞ്ഞ് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. അവസാനം നമുക്ക് 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ പച്ചക്കായ മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.